ഫ്രണ്ട്സ്, കേരള PSC എക്സാമുകൾക്ക് ഇനി വരുന്ന 10th പ്രിലിംസ് എക്സാമുകളായാലും ശരി, അതിനുശേഷമുള്ള മെയിൻസ് ആണെങ്കിലും ശരി, കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പം കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ രണ്ടിലും വരുന്ന കറണ്ട് അഫയേഴ്സാണ്. മുഴുവൻ കറണ്ട് അഫയേഴ്സും ഈ പങ്ക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനോടൊപ്പം എക്സാമും ലഭിക്കും. ഓക്കെ, ഇപ്പം എക്സാമുകൾ എന്ന് പറയുമ്പോൾ ഒരു 4-5 കഴിഞ്ഞാൽ ഒരു എക്സാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MV, വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനു മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. അതാത് എക്സാമുകൾ, ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ഏതാണ്, ഇനി ആഴ്ചയിൽ 1-2 മെയിൻസിൻ്റെ ക്ലാസ്സും കിട്ടും. മെയിൻസ് ആകുമ്പോൾ അതിന് സെപ്പറേറ്റ് ക്ലാസ്സുകളും ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം ക്ലാസ്സുകൾ, അതിനോടൊപ്പം ഓൺലൈൻ എക്സാം. നിങ്ങൾക്കൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? വീഡിയോ ക്ലാസ് വേണം, ഓൺലൈൻ എക്സാമുകൾ വേണം, എല്ലാ വിഷയങ്ങളും കവർ ചെയ്യും. അതായത് കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇനി മെയിൻ ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. അതുപോലെ പ്രത്യേക സബ്ജക്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് എന്തും നടക്കും, ഇതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളും നടക്കും. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനത്തിന് കൃത്യമായൊരു ദിശാബോധം വരുന്നു. ഡെയിലി എന്ത് പഠിക്കണം നിങ്ങൾക്കറിയാം. അതിനുള്ള വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ടുകൾ തരുന്നു. അതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമുമായിട്ടുള്ള ഒറ്റ വാട്സപ്പ് ഗ്രൂപ്പ് ചാനൽ, എല്ലാം തരുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ചാനലാണ് നമ്മുടേത്. നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലേക്ക് പ്രവേശനം ലഭിക്കും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ഞാൻ വെറുതെ അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല. 80 വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തത്. 68 മാർക്കുകളാണ്. അത്യാവശ്യം എല്ലാ വിഷയങ്ങളും കവർ ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട ആളുകളുടെ അഭിപ്രായം ചോദിച്ചാൽ അറിയാം. അത് പഠനം തുടങ്ങിയവരൊന്നുമല്ല, നന്നായി പഠിച്ചു പോകുന്നവരൊക്കെ തന്നെ നമ്മുടെ ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലതയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത് എന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യം ഉൾപ്പെടാനുള്ള കാരണം ഇവർ അടുത്തിടെ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ വിരമിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരും, വാർത്ത വന്നിട്ടുണ്ടായിരിക്കും. താഴെ പറയുന്നവയിൽ ഏത് രാജ്യം അടുത്തിടെ ബ്രിക്സിൽ അംഗമായി ചേർന്നില്ല? നിങ്ങൾക്കറിയാലോ, പ്രിലിംസിനടക്കം ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ ബ്രിക്സിൽ അംഗമല്ലാത്ത രാജ്യം ഇതിൽ സിറിയ ആണ്. ബ്രിക്സിൽ സ്ഥിരാംഗങ്ങളായ പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, ഇറാൻ. രണ്ടും ഇയിൽ വെച്ച് തുടങ്ങുന്നു, ഈജിപ്ത്, ഇറാൻ. അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE, രണ്ടും ഗൾഫ് രാഷ്ട്രങ്ങളാണ്. പിന്നെ എത്തോപ്യ, നമുക്കറിയാലോ, സൗത്ത് ആഫ്രിക്കയിലെ രാജ്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ക്ലബ് ചെയ്ത് പഠിച്ചാൽ മതി. ഈജിപ്ത് ഉണ്ട്, ഇറാൻ ഉണ്ട്, അതുപോലെ എത്തോപ്യ ഉണ്ട്, അതുപോലെ സൗദി അറേബ്യയും UAEയും ഉണ്ട്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഇൻഡോളജിസ്റ്റ് ആരാണ്? ഇദ്ദേഹം കേരള പഠനം നടത്തിയ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. അത് ആർബ്രഷ്റ്റ് ഫ്രാൻസ് ആണ്. ആർബ്രഷ്റ്റ് ഫ്രാൻസ്. നിങ്ങൾക്കറിയാലോ, ഈ ബ്രഷ്ട് കൽപ്പിക്കുക, ജാതി വിവേചനം, ഇതൊക്കെ കേരളത്തിലാണ് നിലനിന്നിരുന്നത്. അപ്പം ബ്രഷ്ട്, അദ്ദേഹം കേരള പഠനം നടത്തിയ ആളാണ് ആർബ്രഷ്റ്റ് ഫ്രാൻസ്. അടുത്തിടെ അന്തരിച്ചു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3 DS ആണ്. അതിൽ ആ DS എന്ന് ഓർത്ത് വെച്ച് കൊടുത്താൽ വേണമെങ്കിൽ DX എന്നൊക്കെ ചോദിക്കും. ഓക്കെ, DS ആണ്. ഇൻസാറ്റ് 3 DS ആണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. അടുത്തിടെയാണ് വിക്ഷേപിച്ചത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ചന്ദ്രോപരിതലത്തിൽ നമുക്കറിയാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറങ്ങി. പക്ഷെ സ്വകാര്യ കമ്പനി ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അത് ഒഡീസിയസ് ആണ്. എന്താണ്? ഒഡീസിയസ്. എങ്ങനെയാണ് ഒഡീസിയസ്? ചന്ദ്രോപരിതലമാണ്, സ്വകാര്യ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഓർക്കുക, D ഉണ്ട്, C ഉണ്ട്, S. ODCS. ഇങ്ങനെയല്ല കേട്ടോ പേര്, ഞാനത് ODCS. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും
ഓടിച്ചു നോക്കാം, കാണാം എന്നുള്ള രീതിയിലായിരിക്കും അവരിറക്കിയിട്ടുണ്ടാവുക. ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയിരിക്കുക. ചന്ദ്രോപരിതലത്തിൽ ഓടിച്ചു നോക്കാം, കാണാം, യെസ്, ODCS. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇത് അമേരിക്കൻ കമ്പനിയാണ്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയടക്കം ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ 4 രാജ്യങ്ങളുണ്ട്. 5ാമത്തെ രാജ്യം ജപ്പാൻ ആവുകയാണ് കേട്ടോ. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏതാണ്? ജപ്പാൻ. ഓർത്തു വെച്ചോളൂ. സ്ലിം മൂൺപർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ജപ്പാൻകാരൊക്കെ നല്ല മെലിഞ്ഞ് അല്ലേ, ഉയരം കുറഞ്ഞ ആളുകളാണല്ലോ, നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് സ്ലിം. പിന്നെ എവിടേക്കാണ് പോണത്? മൂണിലേക്കാണ് പോണത്. അപ്പം സ്ലിം മൂൺപർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി ആരാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി ഒലെഗ് കൊനാനെൻകോ ആണ്. ഒലെഗ് കോനോനെൻകോ ആണ്. ഒലെഗ് കോനോനെൻകോ. എത്ര ദിവസമാണ്? 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ്. അതും കൂടി ആലോചിച്ചു. ചന്ദ്രനാണല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ 878 ദിവസം. ആ 2 വട്ടം ഓർത്ത് വെച്ചാൽ മതി. ചന്ദ്രനാണ്. 878 ദിവസമാണ്. കുറച്ചല്ല, 2 വർഷമല്ല, 2 വർഷത്തേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ 2 878, പിന്നെ 11 മണിക്കൂറും 48 സെക്കൻഡും. അതിലൊക്കെ 8ൻ്റെ കളിയുണ്ട്. ഈ 11 മാത്രമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 11 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡും. പേരെന്താണ്? പേര് ഒലെഗ്, റഷ്യയുടെയാണ്. കോനാനെൻകോ അല്ല കൊനോനെൻകോ. അപ്പം അവിടെ എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? ഒലെഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം. OLEG ബഹിരാകാശത്താണ്. അപ്പം ചന്ദ്രൻ്റെ 2 അല്ലെങ്കിൽ ഒരുപാട്, നിങ്ങൾ ഇനിയിപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങി എന്ന് വിചാരിക്കേണ്ട, ഒരുപാട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് കൊടി പാറിച്ചത്. അദ്ദേഹം റെക്കോർഡ് കരസ്ഥമാക്കി കൊടി പാറിച്ചത് എന്ന് ആലോചിച്ചാൽ മതി. 878. ഇനി ഒലെഗ് കോനെൻകോ എന്ന് പറഞ്ഞാൽ OLEG എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഒലെഗ് കോനോനെൻകോ. ഓക്കെ, കോൻ, OLEG കോൻ. നമ്മൾ ചോദിക്കുകയാണ്, ഒരാളിങ്ങനെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ, ഇതാണ് ആകാശം. ആ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാല് കാണുകയാണ്, ലെഗ് കാണുകയാണ്. നമ്മൾ ചോദിക്കുകയാണിത് കോൻ. അത് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഒലെഗ് കോനോനെൻകോ. ഓക്കെ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ISROക്ക് ലഭിച്ച അവാർഡ് ഏതാണ്? ആ അവാർഡ് ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനമാണ്. ചാന്ദ്ര സമ്മാനം എന്ന് നമുക്ക് ഓർക്കാം. എന്താത്? ലീഫ് എറിക്സൺ. അപ്പൊ നമുക്കറിയാം ISROക്ക് ലഭിച്ച അവാർഡ് ചന്ദ്രയാനിന് വേണ്ടിയിട്ടാണ് അല്ലേ? ചന്ദ്രയാനിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആ സമ്മാനം ലഭിച്ചത്. ആ സമ്മാനം ഒരു ലീഫിലാക്കിയിട്ടാണ് തന്നത്. ഒരു ലീഫിലാക്കിയിട്ട് എറിഞ്ഞു തരികയാണ് ചെയ്തത്. എവിടേക്ക്? ചന്ദ്രനിലേക്ക്. അങ്ങനെ ആലോചിക്കുക. ഒരു വലിയൊരു ഇല, ആ വലയിൽ ആ സമ്മാനം പൊതിഞ്ഞ് ഒരൊറ്റ എറിച്ചിലാണ് ചന്ദ്രനിലേക്കാണ്ട് പോയി. ലീഫ് എറിക്സൺ സമ്മാനം ചന്ദ്രയാൻ 3 ദൗത്യത്തിന് ISROക്ക് ലഭിച്ചത്. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROക്ക് ഐസ്ലാൻഡിന്റെ ഹൂസ്വിക് മ്യൂസിയത്തിലെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേഴ്സ്. അതും കൂടി ഓർത്തു വയ്ക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി അല്ലെ, ബ്രിക്സ് ഒക്കെ ചോദിച്ചതാണ്. അതുകൊണ്ട് ചേരിചേരാ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി നടന്നത് കമ്പാല, ഉഗാണ്ടയിലാണ് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം. ഇപ്പൊ ചേരിചേരാ പ്രസ്ഥാനമാണ് 19ാമതാണ്. കമ്പാലയിലാണ്. കമ്പാല. അപ്പൊ ഒരു പാല നിങ്ങൾ വരച്ചു വെക്കുക. ഒരു പാലമരം വരച്ചു വെക്കുക. ഒരു പാലമരം. ഇതാണ് എൻ്റെ പാലമരം അല്ലേ, ഒരു പാലമരം. ഓക്കെ, കമ്പാലയ്ക്ക് ഒരു പാലമരം. ഓക്കെ, ആ പാലമരത്തിന്റെ ചോട്ടിൽ എന്ത് നടക്കുകയാണ്? ഒരു ചേര കിടക്കുന്നുണ്ട്. ചേരകളുടെ സമ്മേളനം നടക്കുകയാണ് വിചാരിക്കുക. പാലമരത്തിന്റെ ചോട്ടിൽ നീണ്ട് ഒരു ചേര കിടക്കുന്നു. കണ്ടുവോ? ചേരകളുടെ സമ്മേളനം നടക്കുക. എന്തിൻ്റെ ചോട്ടിലാ? പാലമരത്തിൻ്റെ ചോട്ടിൽ. അപ്പം കമ്പാലയായി, ചേരയായി, ഒരു ഉരുണ്ട ചേരയാണ്, നല്ല തടിച്ചു കൊഴുത്ത ചേരയാണ് അതിനെ നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉഗാണ്ടയായി. കേരളത്തിന്റെ 49ാം ചീഫ് സെക്രട്ടറി. കേരളത്തിന്റെ 49ആണ്, 50 ആയിട്ടില്ല, 49ആണെന്ന് ഓർത്തു വയ്ക്കുക. ശാരദ മുരളീധരനാണ്.
എന്താണ് കേരളത്തിന്റെ 40ാം ചീഫ് സെക്രട്ടറി? ശാരദ മുരളീധരൻ. ഓക്കെ, നല്ല ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ ശാരദ ചീഫ് സെക്രട്ടറി വരുന്നത് രഥത്തിലാണെന്ന് ആലോചിക്കുക. ചീഫ് സെക്രട്ടറി അല്ലേ? ഓക്കെ, ഇനി ഈ രാധ എന്നാണെന്ന് ആലോചിക്കുക. ആരുമായി ബന്ധപ്പെട്ടതാ രാധ? കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. മുരളീധരൻ എന്ന് പറഞ്ഞാൽ ഓടക്കുടലാണ്. അങ്ങനെയും ഓർത്തു വയ്ക്കുക. അപ്പൊ കേരളത്തിന്റെ 49ാം ചീഫ് സെക്രട്ടറി കൃഷ്ണന്റെ രാധയാണ് എന്നാലോചിക്കുക. ശാരദ മുരളീധരൻ. മിഷൻ റൂമി 2024 എന്താണ്? മിഷൻ റൂമി പുനരുപയോഗ സാധ്യതമായ ഹൈബ്രിഡ് റോക്കറ്റാണ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന റോക്കറ്റ് കത്തി തീർന്നു പോണതല്ല. എന്താണ് അതിന് പറയുന്നത്? മിഷൻ റൂമി. അപ്പൊ ഞങ്ങൾ മാതൃഭൂമി പത്രത്തിലാണ് ഈ വാർത്ത വായിക്കുന്നത് എന്ന് വിചാരിക്കുക. മാതൃഭൂമി, മിഷൻ റൂമി കണ്ടുവോ? ആ മാതൃഭൂമി പത്രത്തിലാണ് നിങ്ങൾ ഈ വാർത്ത കണ്ടത്. നിങ്ങൾ ആ വാർത്ത ഇങ്ങനെ കാണുന്നത് ആലോചിക്കുക. അവിടെ ആ മിഷൻ റൂമി പുനരുപയോഗ സാധ്യമായ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത കിടക്കുന്നു. ഓക്കെ, അപ്പൊ മിഷൻ റൂമി 2024 എന്താണ്? പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ്. ഓക്കെ, ചെന്നൈയിലാണ് വിജയകരമായി വിക്ഷേപിച്ചത്. യുഫേഫ സൂപ്പർ കപ്പ് 2024 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യുഫേഫ സൂപ്പർ കപ്പ് 2024 റയൽ മാഡ്രിഡിനാണ് യുഫേഫ 2024 സൂപ്പർ കപ്പ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എതിരില്ലാതെ. ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ജയ് ഷാ ആണ്. എന്താണ്? ജയ് ഷാ. ക്രിക്കറ്റാണ്. ആ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യക്കാരനാണ്. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ജയ് ഷാ. ഓക്കെ, 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ, ഈ അടുത്തിടെ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? അതൊന്ന് ഓർത്തു വെക്കണം. സജന സജീവനും ആശ ശോഭനയുമാണ്. സജന സജീവൻ, ആശ ശോഭന. UAE നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശ ശോഭനയും ഇടം നേടി. 2024 പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. പാരാലിമ്പിക്സ് തന്നെ ഉണ്ട് പാരീസ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്ന ഏറ്റവും വലിയ മത്സരമാണെന്ത്? പാരാലിമ്പിക്സ്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടി. ഈ സംയുക്ത സൈനിക പരിശീലന പരിപാടികൾ, ഓപ്പറേഷനുകളൊക്കെ PSCക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ചോദിക്കാനുള്ള സാധ്യത കാണണം. മിത്രശക്തിയാണ്. എന്താണ് അതിന്റെ പേര്? മിത്രശക്തി. ഇന്ത്യയും ശ്രീലങ്കയും തൊട്ടടുത്ത രാജ്യങ്ങളല്ലേ? അപ്പൊ മിത്രങ്ങളുടെ ശക്തി, മിത്രശക്തി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മിത്രശക്തി 2 ആഴ്ച നീണ്ടുനിന്ന ഒരു പരിപാടിയാണ്. 10ാം പതിപ്പാണ്. ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സ്ഥാപിച്ചു. 60 വയസ്സ് കഴിഞ്ഞ BPL വരുമാന പരിധിയിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം. ആരോഗ്യ പരിപാലനത്തിന് ഗ്ലൂക്കോമീറ്ററാണ് നൽകുന്നത്. ഗ്ലൂക്കോമീറ്റർ എന്തിനാണ്? നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്, മധുരം ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് വയസ്സുള്ളവർക്കാണ്. ആ പേര് തന്നെ വയോമധുരം എന്നില്ലേ? അപ്പം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സുകളിലേക്ക് തുടരുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് തുടരാം. തുടരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് 2025 ഒട്ടനവധി എക്സാമുകളാണ് വരുന്നത്. ഈ എക്സാമുകൾക്കൊക്കെ കവർ ചെയ്യാനുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ 4ാമത്തേതായിട്ടുള്ളൂ. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ കറണ്ട് അഫയേഴ്സ്. ആ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞ 3ഓ 4 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിൽ കിട്ടും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള ലിങ്ക് കൊടുത്താൽ മതി. ഏതെല്ലാമാണ് 10th ലെവൽ എക്സാമുകൾ വരുന്നത്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് SLDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ. ഇങ്ങനെ വ്യത്യസ്ത തസ്തികകളിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി LGSും കൂടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-24,000 പോസ്റ്റുകളിലേക്കുള്ള സാധ്യതകളാണ് 2025 നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. കൃത്യമായി പഠിച്ചാൽ കിട്ടും. ഈ കഴിഞ്ഞ 2028 10th പ്രിലിംസ് ഒക്കെ കൃത്യമായി മുൻകാല ചോദ്യങ്ങളും SCRT ബേസ്ഡ് ആയിട്ടുള്ള 98 ചോദ്യങ്ങളും, ബാക്കി 2 ചോദ്യങ്ങളാണ്. എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 2 ചോദ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊന്നും വെറുതെ നിങ്ങളെ ആശങ്കയാക്കാൻ വേണ്ടി പറയുകയാണ്. കൃത്യമായി പഠിച്ചു പോയവർക്ക് ആ ചോദ്യപേപ്പർ എളുപ്പമാണ്ടാണ്. പക്ഷെ നമ്മൾ കൃത്യമായി പഠിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനാണ് നമ്മൾ ഡെയിലി നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കാണുക. അതിൽ സയൻസ് ഉണ്ടാവും, മനസ്സിലായോ?
അപ്പോൾ സയൻസ് ഒന്നും ഞങ്ങൾക്ക് ശരിക്കും എന്ത് തരാറില്ല, സയൻസ് അല്ല ശരിക്കും ജോഗ്രഫിയും ഹിസ്റ്ററിയും കടന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ചെയ്യുകയാണ് യൂട്യൂബിൽ ഏറ്റവും നല്ലത്. പക്ഷേ അതൊരു ലോങ് ടൈമിൽ നിങ്ങൾക്കൊരു ഗുണം ചെയ്യില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ സയൻസ് മാത്സ് എല്ലാം കൂടി ഉൾപ്പെട്ട ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ ഈ എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് പെയ്ഡ് കോഴ്സുകളുണ്ട്. അഫോർഡബിൾ പ്രൈസാണ്. ഇപ്പോൾ 499 രൂപയ്ക്ക് ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് 499 രൂപയ്ക്ക് ലഭിക്കും. അതിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ഫുള്ള് റെക്കോർഡഡ് ക്ലാസ്. 90-ലധികം മാർക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. കൃത്യമായി പഠിച്ചു പോകാൻ നിങ്ങൾക്ക് അതിൽ ലൈവ് ക്ലാസ് ഇല്ല കേട്ടോ, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. അത് കൃത്യമായി പഠിച്ചു പോകാൻ ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും, ലൈവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. അല്ല സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ, ചെറിയൊരു ഓറിയന്റേഷൻ, ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ. അതുപോലെ മോക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും, ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ PDF നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ ലഭിക്കും, ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട്. ഓക്കെ, യെസ്, അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള 499 രൂപയ്ക്ക്. അതായത് പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ പഠിക്കാതിരിക്കരുത്. ക്ലിയർ? അതിന് 499 രൂപയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പരിശ്രമിച്ചാലുണ്ടാവും. പക്ഷേ വീട്ടിലെ അസുഖം, മറ്റ് ചില പ്രശ്നങ്ങൾ കാരണം പ്രതിസന്ധി നേരിടുന്നവരാണെങ്കിൽ അവർക്ക് മാസം 100 രൂപ അടച്ചുകൊണ്ടും ഈ കോഴ്സിൽ ചേരാം. 1 വർഷത്തേക്കാണ് ഈ കോഴ്സ്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 1 ഇയറിനാണ്. 2025 സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കോഴ്സ് ഗുണം ചെയ്യും. അതല്ല നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംശയം ചോദിക്കണം, എല്ലാ ദിവസങ്ങളിലും ക്ലാരിറ്റി ഒക്കെ വരുത്തണമെങ്കിൽ ലൈവ് ക്ലാസ്സോട് കൂടിയ ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ആളുകളെ ചുരുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് 1200 രൂപയാണ് ആ കോഴ്സിൻ്റെ പ്രൈസ്. എങ്കിലും കേരളത്തിലെ മുൻനിര സ്ഥാപനങ്ങൾ, എല്ലാ കണ്ടന്റും ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾ, അല്ലാതെ കുറച്ച് കണ്ടന്റ് അല്ല, കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും കൊടുക്കുന്നത്. അതിനേക്കാൾ കുറവാണ്. 1200 രൂപയ്ക്കാണ്. 1200 രൂപയ്ക്ക് അതിൽ ലൈവ് ക്ലാസ് അടക്കമുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആ ലൈവ് ക്ലാസ്സിൽ എന്തുകൊണ്ട് 499 1200 കയറ്റി എന്ന് പറഞ്ഞാൽ, ആ ലൈവ് ക്ലാസ്സിൽ എത്തുന്നവർക്ക് എന്നോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അവർക്ക് ഒരു ചോദ്യം, അപ്പോൾ അവിടെ ഒരുപാട് ആളായാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ കോഴ്സിന് 1200 രൂപയാണ്. മാസമാണെങ്കിൽ 250 രൂപയല്ല, 150 രൂപയ്ക്ക് മാസം അടച്ചുകൊണ്ട് ആ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാം. മറ്റൊന്നാണ് 100 പേർക്ക് മാത്രം, 100 പേർക്ക് മാത്രമുള്ള ഞങ്ങളുടെ ഗോൾഡൻ ബാച്ച്. അവിടെ എല്ലാ തരത്തിലും ദിവസവും, മറ്റോടത്തൊക്കെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാൻ കോഴ്സുകളും സാധനങ്ങളും തരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനൊക്കെ ഈ 2 കോഴ്സുകൾക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സിനാണെങ്കിൽ എന്നും ലൈവ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, മെൻറ്റർ ചെയ്യുന്നു. സാധാരണ കോഴ്സുകളിലൊക്കെ എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നത് പോലെ ഇവിടെ അതല്ല. ഇവിടെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങളൊരു ദിവസം പഠനത്തിൽ കുറവ് വരുത്തിയാൽ, നിങ്ങൾ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ, മറ്റൊക്കെ ഗ്രൂപ്പിലാണ്, നിങ്ങൾക്ക് നേരിട്ട് സന്ദേശം തന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് സ്പെഷ്യൽ ക്ലാസ് തന്ന് 2025 ആ 100 പേർക്കും സർക്കാർ ജോലി ഉറപ്പിക്കുക. നിങ്ങളൊന്ന് റെഡിയായാൽ മതി. ഞാൻ വിളിക്കുമ്പോൾ പ്രതികരിക്കാൻ നിൽക്കണം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതൊരു 3 മിനിറ്റ് ചെലവഴിച്ചുകൊണ്ട് അതൊന്ന് പൂരിപ്പിക്കണം. പിന്നെ അത് കൂടാതെ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ ടൈം ഓഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണ് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്കായിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാൻ, പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കി തന്നുകൊണ്ട് നിങ്ങളോടൊപ്പം പോകുന്നൊരു പ്ലാനാണ്. ഈ ആദ്യത്തെ 2 കോഴ്സിനും നിങ്ങൾക്ക് നേരെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പക്ഷേ ഈ കോഴ്സിൽ ചേരണമെങ്കിൽ എനിക്ക് ബോധ്യമാകണം നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് ബോധ്യമാകണം ഞാൻ തരുന്ന കോഴ്സ് നിങ്ങൾക്ക് ഗുണപ്രദമാകണം. അത് എന്നെ വിളിക്കരുത്. എൻ്റെ നമ്പറായ 8075963937 മെസ്സേജ് അയക്കുക. ഞാൻ ഒന്നുകൂടി പറയാം, 8075963937 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. വിളിക്കരുത് കേട്ടോ, വിളിച്ചാൽ ഞാൻ എടുക്കില്ല. 8075963937 ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം.
അപ്പോൾ നമ്മൾ വയോമധുരത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. വയോമധുരം കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗം ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് വയോമധുരം. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി 2014-15 മുതൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസികോല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സായം പ്രഭാഹോം. എന്താണ് സായം പ്രഭാഹോം? മുതിർന്ന പൗരന്മാർ വീടുകളിൽ ഒറ്റയ്ക്കാവും പലപ്പോഴും. അപ്പോൾ അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ, പോഷകാഹാരം ഉറപ്പാക്കാൻ, മാനസികോല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കാൻ, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കാനൊക്കെ ഒരുക്കുന്ന പരിപാടിയാണ് സായം പ്രഭാഹം. സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഏത് ദിവസമാണ് ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായത്? ആ ദിവസം ഓർത്തു വെക്കണം. അത് അപൂർവ പ്രതിഭാസമാണ് സൂപ്പർ ബ്ലൂ മൂൺ. നിങ്ങൾ കണ്ടോ? സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം. അത് ഓഗസ്റ്റ് 19 എന്നായിരുന്നു. ഓഗസ്റ്റ് 19. നിങ്ങളാണിത്. നിങ്ങൾ എന്തിലൂടെ നോക്കുകയാണ്? ഇതാ നിങ്ങൾ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കുകയാണ്. ഇത് ടെലിസ്കോപ്പാണ്. ടെലിസ്കോപ്പ് ഇങ്ങനെയല്ലേ ഉണ്ടാവാറ്. കണ്ടാ? ആരാ നോക്കുന്നത്? നിങ്ങൾ. എന്നാ നോക്കുന്നത്? ഓഗസ്റ്റ്. നിങ്ങൾ അന്ന് ഗസ്റ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, അന്നാണ് നോക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്കായി നിങ്ങൾ ഗസ്റ്റായി പോയ ദിവസമാണ്. ഗസ്റ്റിന്റെ സ്പെല്ലിംഗ് GUEST ആണ്, പക്ഷെ നിങ്ങൾ വെറുതെ ഗസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങളാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 19 കണ്ടോ? ഓഗസ്റ്റ് 19. സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19 ഈ രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയുടെ മദർഷിപ്പ് ഏതാണ്? ഇന്ത്യ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം ഡെയ്ല ആണ്. കാരണം ആ ഡെയ്ല എന്താണ്? ആ ചരക്ക് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉൾപ്പെടുത്തിയത്. അങ്ങനെയും ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത പ്ലാറ്റ്ഫോം, ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം ആണ്. കൃത്രിം ആണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ്. ഓക്കെ. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ ആശയവിനിമയത്തിനും ഉള്ളടക്ക രചനയിലും വിപ്ലവം സൃഷ്ടിച്ച ചാറ്റ് ബോട്ട് പ്രോഗ്രാമായ ChatGPTക്ക് ബദലായ ഇന്ത്യൻ ചാറ്റ് ബോട്ടാണ് കൃത്രിം. കൃത്രിം വികസിപ്പിച്ചത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ഒലെ ആണ്. 22 ഭാഷകളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോമിന് മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാൻ കഴിയും. ഓക്കെ. ChatGPTക്ക് ബദലാണ്, കൃത്രിം ആണ്. കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി അല്ലേ? അത് ഓലയാണ്. പണ്ട് ഓലയിലല്ലേ നമ്മൾ പണ്ട് എഴുതിയിരുന്നത്? അത് ഓർത്തു വെച്ചാൽ മതി. നമ്മൾ എഴുതിയിരുന്നത് ഓലയിലാണ്. ഇപ്പോൾ ഓലയാണത് വികസിപ്പിച്ചത് എന്ന് ഓർത്തു വെച്ചാൽ മതി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കെ ഡെക്ക് ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ്? കെ ഡെക്ക്. ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ കെ ഡെക്ക് ബാംഗ്ലൂരിലാണ് കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? കർഷകോത്തമ പുരസ്കാരം. ഓർത്തു വയ്ക്കുക. ആ കർഷകോത്തമ പുരസ്കാരം ആർക്കായിരുന്നു? ആ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്കും ലഭിച്ചു. അപ്പോ കർഷകോത്തമ പുരസ്കാരം ആർക്കാണ്? CD രവീന്ദ്രൻ നായർ. കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്ക്. കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണനാണ്. അവിടെ TV ഉണ്ട് അല്ലേ? അതുകൊണ്ട് അത് അവിടെ നമുക്ക് ഓർക്കാം. ഇവിടെയോ CD രവീന്ദ്രൻ. അപ്പൊ ഈ കർഷകനെ നമ്മൾ ആലോചിക്കുക. ഈ കർഷകർ കണ്ടിട്ടുണ്ടോ? CD കെട്ടി തൂക്കും, കാക്കകളൊക്കെ വരാതിരിക്കാൻ. അതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ CD രവീന്ദ്രൻ എന്നാണ് വിളിക്കാറ്. ഇങ്ങനെ കെട്ടി തൂക്കുന്നുണ്ട്, അങ്ങനെ ആലോചിക്കുക. മറ്റേത് കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശി PT സുഷമയ്ക്കാണ്. സുഷമ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കൃഷികൾക്കൊക്കെ
പ്രിസിഷൻ ഫാമിംഗ് ആണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത വേണ്ടതാണ് അല്ലേ, വേണ്ടത് മാത്രം കൊടുക്കുന്ന ഒരാളാണ്. അത് തെങ്ങിനൊക്കെ വേണ്ട വളം മാത്രം കൊടുക്കുന്ന പ്രിസിഷൻ ഫാമിങ്ങിന്റെ ആളാണെന്ന് വെറുതെ ആലോചിക്കുക. അവർക്കാണ്, സുഷമയ്ക്കാണ് ആ പുരസ്കാരം. ഓക്കെ, അടുത്തത് കൃഷി വകുപ്പിന്റെ 2022 കടമനിട്ട പുരസ്കാരം. അങ്ങനത്തെ പുരസ്കാരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് PSC ബുള്ളറ്റിനിൽ വന്നുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. സിൻ ആണ്. കടമനിട്ട സാഹിത്യ പുരസ്കാരം സിൻ ആണ്. ഓക്കെ, അടുത്തത് ഹരിത സാവിത്രിയാണ് സിൻ എന്ന നോവലിന്റെ രചയിതാവ് കേട്ടോ. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ലഭിച്ച അന്താരാഷ്ട്ര ഗവേഷണ ഗ്രാന്റ് ഏതാണ്? മലയാളികൾക്ക് അന്തർദേശീയമായ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് PSC ചോദിക്കാറുണ്ട്. ഇത് PSC ബുള്ളറ്റിനിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പൊള്ളാക്ക് കാസർ ഫൗണ്ടേഷൻ ഗ്രാന്റ് ആണ്. പൊള്ളാക്ക് കാസർ ഫൗണ്ടേഷൻ ഗ്രാന്റ്. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് 17 ലക്ഷം രൂപയാണ് ലഭിക്കുക. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ്? NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്കാണ് കേട്ടോ ലഭിച്ചത്. ഓർത്തിരിക്കുക. അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചു അല്ലെ. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത വാഹനം മറന്നുപോകണ്ട. ഏതാണ്? SSLV, സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഇത്രയേ ഉള്ളൂ. സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് SLV. അപ്പൊ SSLV ആണ്. അത് മറന്നു പോകണ്ട. വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. അപ്പോൾ അത് വിക്ഷേപണമൊക്കെ വിജയമാണ് ഈ അടുത്ത കാലത്ത്. ലതാ മങ്കേഷ്കർ പുരസ്കാരം 2023 ആർക്കാണ്? അത് KS ചിത്രയ്ക്കുണ്ട്, ഉത്തം സിംഗിനുമുണ്ട്. KS ചിത്രയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ചോദ്യത്തിൽ വരാം ഇപ്രാവശ്യം. KS ചിത്രയോടൊപ്പം അപ്പോൾ ഉത്തം സിംഗിനെയും ഓർത്തു വെക്കുക. 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ED പുതിയ ഡയറക്ടർ ആരാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ചോദ്യം വരാം. പുതിയ ED ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രാഹുൽ നവീനാണ്. ആരാണ്? രാഹുൽ നവീൻ. SBIയുടെ പുതിയ ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് പുതുതായിട്ട് ഇപ്പോൾ ഈ വർഷം പുതിയ ചെയർമാനെ നിശ്ചയിച്ചു. അത് ആരാണ്? DS സെട്ടിയാണ്. DS സെട്ടി. ഓക്കെ, 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഉക്രൈൻ പിന്നെ റഷ്യയിൽ നിന്ന് പിരിയുകയാണ്. ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ ഉക്രൈനിലൊക്കെ യുദ്ധം നടക്കുകയാണ്, അതുകൊണ്ടൊക്കെ ഈ ചോദ്യം ധാരാളം വരാം. പിന്നെ ദീർഘകാലത്തിന് ശേഷം ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം ആദ്യം അവിടെ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ചോദ്യം വന്നാൽ എളുപ്പമാണ്. കറണ്ട് അഫയേഴ്സ് ആണെന്ന് വരുന്നതെന്ന് ഉടൻ ഉറപ്പിക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ അവിടെ ഇന്റലിജന്റ് ഗസ് ആവാൻ നിങ്ങൾക്ക്. ഓക്കെ, അതേസമയം ഇങ്ങനെ വന്നാലോ, എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി? അത് ആ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത് അത് ഉക്രൈനാണ്. അത് തിരിച്ചും ഓർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അതുപോലെ 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ വേദമുണ്ട്, മന്ദിരമുണ്ട്, ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം. സൊർവേദ് മഹാമന്ദിർ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വാരാണസിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സൊർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത്. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? അത് USA മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം. അതിന് 2-3 ഘട്ടങ്ങളുണ്ട്. ഈ വർഷം അവസാനത്തോടു കൂടി ആളില്ലാ ദൗത്യം ആദ്യം പോകും, പിന്നീട് ആളെ കൂട്ടിപ്പോകും. അപ്പോൾ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടു കൂടി പോകും. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ഗഗൻയാൻ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഇന്ത്യയിലാണ്. ഏതാണ്? അത് മദാപ്പർ ആണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. ഗുജറാത്ത് കച്ച് ജില്ലയിലാണ് മദാപ്പർ ഗ്രാമം കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ആരാണ്? ആ ചോദ്യം വരാനുള്ള കാരണം ജോർജ് കുര്യൻ. ഈ അടുത്തിടെയാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ചോദ്യം ഉൾപ്പെടുത്തിയത്. അങ്ങനെ വരാറുണ്ട്. ഓക്കെ,
ജോർജ് കുര്യൻ നമുക്കറിയാലോ, സുരേഷ് ഗോപി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ഈ അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ജോർജ് കുര്യൻ ഉപാധ്യക്ഷനായി സേവനം നൽകിയ കമ്മീഷൻ ഏതാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം, അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അവസാനം വരെ കണ്ടവർ ആരൊക്കെ ഉണ്ടെന്ന് പറയുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.